വളരെ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, രണ്ടാളുകളും, അതായത് കാർത്തിക് ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും രണ്ടുപേരും നമ്മൾ യൂഷ്വലി നമ്മുടെ പാരന്റ്സ് ആണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷെ നിങ്ങളുടെ പാരന്റ്സിന്, പ്രത്യേകിച്ച് അമ്മമാരെ നമ്മൾ അറിയുന്നത് നിങ്ങളിലൂടെയാണ്. അതിലിപ്പോ ശ്രീകാന്തിന്റെ അമ്മ ഈ അടുത്ത് നമ്മുടെ പരിവാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷൻസിലൊക്കെ അമ്മ പറഞ്ഞു അവനാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന്. അത് കേൾക്കുമ്പോ, അപ്പൊ ഞാനൊരു മകളാണല്ലോ, എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത് കേൾക്കുമ്പോ. അപ്പൊ നമ്മുടെ അമ്മ അത് പറയും, എങ്ങനെയുണ്ടായിരുന്നു അമ്മ? അതെ, എല്ലായിടത്തും ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞിരുന്നത്. ഭയങ്കര സന്തോഷമാണ് അമ്മമാരങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയൊരു ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് അത് കേട്ടപ്പോ. ഈ ഇപ്പം അമ്മയുടെ അടുത്തേ അഭിനയിക്കണം എന്ന് പറയുമ്പോ, അമ്മ ആദ്യമൊന്നും നിങ്ങളുടെ ഒരു സ്കിറ്റിലും ഇതിലൊന്നും ഇല്ലായിരുന്നല്ലോ. അഭിനയിക്കണം എന്ന് പറയുമ്പോ ഇപ്പം കാർത്തികിന്റെ അമ്മയാണെങ്കിൽ അമ്മ പണ്ട് ടെലിഫിലിമിലോ അങ്ങനെ എന്തിലോ അഭിനയിച്ചിട്ടെങ്കിലും ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനെ അത്ര വലിയ ഒരു എന്താ പറയാ ഒരു ക്യാമറ ഫിയർ അങ്ങനെ ഒന്നും ഉള്ള പോലെ തോന്നിയിട്ടില്ല. പക്ഷെ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോലും വിളിച്ചാൽ വരുന്ന ഒരാളായിട്ട് തോന്നില്ല. അങ്ങനെയുള്ള ആളെ എന്ത് പറഞ്ഞിട്ടാ കൺവിൻസ് ചെയ്തത് ചെയ്യാൻ? ഇത് ചെയ്ത അരി മേടിക്കാൻ പറ്റും, അതിനേക്കാളും വലിയൊരു കൺവിൻസിങ് ഇല്ലല്ലോ. സത്യത്തില് ലോക്ക്ഡൌണിലാണ് തുടങ്ങിയത് എല്ലാം. അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ. അമ്മയ്ക്ക് ആദ്യം അമ്മ ചെയ്തിട്ടില്ലല്ലോ. അമ്മയ്ക്ക് പ്രശ്നം നാട്ടുകാരായിരുന്നു മെയിനായിട്ട്. അതായത് നാട്ടുകാരെന്ത് പറയും ഇങ്ങനെ അഭിനയിച്ച് അങ്ങനെ ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്ത് പിന്നെ രസമായിട്ട് വന്നു. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പൊന്നും എടുത്തില്ല, നോർമലി അങ്ങനെ സംഭവിച്ചു പോയതാ. ഇപ്പൊ കോമഡി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. പക്ഷെ നിങ്ങൾ രണ്ടാളും ഇപ്പൊ കോമഡി ഉൾപ്പെടെ എഴുതി അത് ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ആളുകളാണ്. ഈ എന്റർടൈൻമെന്റിന് സിൻസ് എന്റർടൈൻമെന്റ് ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര അവൈലബിൾ ആയതുകൊണ്ട് ചിരിപ്പിക്കാന്ന് പറയുന്ന അത്ര ഈസി ഉള്ള കാര്യമല്ല. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ അതെന്താ ചെയ്യുക? അതിന് എങ്ങനെയാ അതിന് തല വർക്ക് ചെയ്യിപ്പിക്കുന്നത് നിങ്ങള്? നിങ്ങളുടെ മറ്റേ ഗന്ധർവന്റെ ബീഫ് പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഗന്ധർവനെ പിടിച്ച് ബീഫ് കറി ഉണ്ടാക്കിയ പരിപാടി. എങ്ങനെ തല ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചു? സത്യമായിട്ട് ആലോചിച്ചായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നമ്മളങ്ങ് സംഭവിച്ചു പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഇല്ല. ഇങ്ങനെ ചിലപ്പോ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടാത്തേ ഉണ്ട്. അങ്ങനെ ചില ആൾക്കാർക്ക് വേറെ വർക്കാവും, ചിലർക്ക് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടും. നമുക്ക് തന്നെ ചില വീഡിയോ ഇഷ്ടപ്പെടാൻ പോകുമല്ലോ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഞാൻ ശരിക്കും വർക്കാവുമെന്ന് വിചാരിക്കുന്നൊന്നും ചിലത് വർക്കാവത്തുമില്ല. അതാണ് സംഭവിക്കുന്നത് സത്യത്തിൽ. ഇപ്പൊ ഒരു 5 വർഷത്തെ യൂട്യൂബ് ജീവിതം പറഞ്ഞാൽ ഈ ബീഫിന്റെ സാധനം ഇല്ലേ, അത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്തായിരുന്നു പണ്ട്. പക്ഷെ അതന്ന് വർക്കായില്ല ആ വീഡിയോ. അത് പിന്നെ ചെയ്തപ്പോ അത് പിന്നെ ഗന്ധർവനെ വെച്ച് തന്നെ അന്നത് വർക്കായില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു ഗന്ധർവന്റെ അത് ചെറിയൊരു പോർഷൻ ആയിരുന്നു. അത് വേറെ ആൾ കറി വെക്കുന്നതായിട്ടായിരുന്നു. നമ്മുടെ ഫിറോസൊക്കെ കറി വെക്കുന്നതായിട്ടായിരുന്നു. മയിലിനെ കറി വെക്കുന്ന ഗന്ധർവനെ മയിലാക്കിയിട്ട് അത് അന്ന് പക്ഷെ വർക്കായില്ല വീഡിയോ. അത് വേറെ ഒരു ഗന്ധർവൻ പ്രൂഫ് ചെയ്തപ്പോ അതേ ക്ലൈമാക്സ് ഇങ്ങോട്ട് മാറ്റി വെച്ച് അത് ചെയ്തപ്പോ അത് വർക്കായി. അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്.